കേൾക്കാനുള്ളവരോട് ഉത്ബോധനം കൊടുത്താൽ അവർക്കത് ഉപകാരപ്പെടുമെന്ന് റഹ്മാനായ റബ്ബ് പറയുന്നതിന്റെ വെളിച്ചത്തിൽ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ. ശർഈയായ അറിവെന്ന് പറയുന്ന അറിവ്, നമ്മൾ ഇന്നങ്ങ് മരിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത സമയത്തിൽ ഉടനെ തന്നെ നമ്മുടെ ബോഡിയുടെ പേര് മാറിപ്പോയി. പിന്നെ നമുക്ക് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ ദുനിയാവിൽ കിട്ടിയിരുന്ന പേര് പിന്നെ ആരും പറയുന്നില്ല. ആണാവട്ടെ പെണ്ണാവട്ടെ, പിന്നെ പേരങ്ങ് നഷ്ടപ്പെട്ടു. പിന്നെ പറയുന്നത് മുഴുവനും മയ്യത്ത് കുളിപ്പിക്കാൻ എടുക്കണ്ടേ, മയ്യത്ത് കഫൻ ചെയ്യുന്നത് എപ്പോഴാ, മയ്യത്ത് ഖബർസ്ഥാനിലേക്ക് എടുക്കുന്നത് എപ്പോഴാ, മയ്യത്ത് നിസ്കാരത്തിന് കൊണ്ടുപോകുന്നത് എപ്പോഴാ. ആ ഒരു മയ്യത്ത് എന്ന വർത്തമാനമല്ലാത്ത അഡ്രസ് പോലും പോയി. അതും കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഖബർസ്ഥാനിലേക്ക് നമ്മെ കൊണ്ടുപോയി വെച്ച് ആ ഖബർസ്ഥാനിൽ നിന്ന് നമ്മെ സംസ്കരിക്കാൻ വേണ്ടി കൂടി വന്ന ആളുകളൊക്കെ അവർ പിരിഞ്ഞു പോരുന്ന സമയമങ്ങ് അധികം തീരുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ അതാ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഒരു വമ്പിച്ച പരീക്ഷ നടത്താൻ മലായിക്കത്തുകൾ ഹാജരായി പോയി. ഹദീസുകളിൽ മുൻകറും നക്കീർ എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ വന്നുകൊണ്ട് ചോദിക്കുന്ന പരീക്ഷ എന്താ? ആ പരീക്ഷയുടെ ചോദ്യം ഇവിടെ വെച്ച് തന്നെ റഹ്മാനായ കാരുണ്യത്തിന്റെ റബ്ബ് നമുക്ക് ഔട്ടാക്കി തന്നത് എന്തിനാ? നമ്മളോടുള്ള റഹ്മത്ത് കൊണ്ടല്ലേ. പരീക്ഷ പ്രഖ്യാപിക്കുമ്പോൾ രക്ഷിതാക്കൾക്ക് ഉറക്കം വരാറുണ്ടോ? മക്കൾക്ക് ഉറക്കം വരാറുണ്ടോ? മക്കളെക്കാൾ ആധിയും വ്യാധിയും ഉമ്മമാർക്കല്ലേ ഉണ്ടാകാറുള്ളത്, ഉപ്പമാർക്കല്ലേ ഉണ്ടാകാറുള്ളത്. ആ പരീക്ഷയിൽ എൻ്റെ മോളെങ്ങാനും പരാജയപ്പെട്ടാൽ, ആ പരീക്ഷയിൽ എൻ്റെ മോനെങ്ങാനും തോറ്റുപോയാൽ ലക്ഷങ്ങളുടെ പരാജയമല്ലേ, നഷ്ടമല്ലേ ഉണ്ടാകുന്നതെന്ന് ഓർത്തുകൊണ്ട് പരീക്ഷയെടുക്കുമ്പോൾ ആധിയോടെ വ്യാധിയോടെ കഴിയുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നേരിടേണ്ടി വരുന്ന ഒരു വലിയ പരീക്ഷ, ഒരു പബ്ലിക് എക്സാമിനേഷൻ, ഒരു പബ്ലിക് പരീക്ഷ തൊട്ടടുത്ത് എത്തി നിൽക്കുന്നു. ഖബറിലേക്ക് അങ്ങ് എടുത്തു വെക്കപ്പെട്ട് കഴിഞ്ഞ് എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചങ്ങ് തിരിച്ചു പോകുമ്പോഴേക്ക് മലായിക്കത്തുകൾ ഹാജരായി. ഒരു 3 ചോദ്യം പരമപ്രധാനമായ ചോദ്യമാണ്. ഞാൻ ആ വിഷയത്തിലേക്കാ വരുന്നത്. എന്ത് പഠിക്കണം എന്നെൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്കത് മുൻനിർത്തിക്കൊണ്ടാ പറയാനുള്ളത്. റബ്ബിനെ കുറിച്ചുള്ള ചോദ്യമാണ് ഒന്നാമത്തത്. മൻ റബ്ബുക, നിന്റെ റബ്ബാരടോ, നിന്റെ റബ്ബാരെന്നാണ് ഒന്നാമത്തെ ചോദ്യം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ മുഹമ്മദിനെ കുറിച്ച്, റസൂലുള്ളാഹിനെ കുറിച്ച് നിനക്കെന്ത് അറിവുണ്ടടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചാണ് അടുത്ത ചോദ്യം. അതുപോലെ തന്നെ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച്, അള്ളാഹിന്റെ ദീനിനെ സംബന്ധിച്ച് എന്ത് അറിവാണ് നിനക്കുള്ളത് എന്നതല്ലേ അടുത്ത ചോദ്യം. അപ്പം മനുഷ്യൻ ഈ ലോകത്ത് നേടിയെടുക്കേണ്ടുന്ന അറിവുകളിൽപ്പെട്ട ഏറ്റവും വലിയ അറിവെന്താ എന്ന് ചോദിച്ചാൽ എല്ലാവരും പഠിച്ചു വെക്കേണ്ട ഒരു മറുപടിയുണ്ട്. മഅരിഫത്തുൽ അബ്ദി റബ്ബഹു വദീനഹു വനബിയഹു. ഒരടിമ തന്റെ റബ്ബിനെ പഠിക്കലാണ് ഒന്നാമതായി വേണ്ടത്. റബ്ബിനെ അറിയലാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ബാധ്യത. അതുപോലെ തന്നെ വദീനഹു, അവന്റെ ദീനെന്താണെന്ന് അവൻ പഠിച്ചിരിക്കണം. വനബിയഹു, ആ റബ്ബിനെയും റബ്ബിന്റെ ദീനാകുന്ന ഇസ്ലാമിക ശരീഅത്തിനെയും നമുക്ക് ജീവിതം കൊണ്ടും വാക്കുകളെ കൊണ്ടും കൃത്യമായി വരച്ച് കാണിച്ച് ഈ ലോകത്തിനൊന്ന് പഠിച്ചു പറഞ്ഞ് പുറത്തിറങ്ങിപ്പോയ മഹാനായ നേതാവില്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് എന്താണ് നിനക്ക് അറിവ് എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ അറിവ്. ഇത് നമ്മളായിട്ടൊരു നിർവചനം ഉണ്ടാക്കിയതല്ല. സത്യവിശ്വാസികൾ അള്ളാഹിനോട് പറയുന്ന ഒരായത്തില്ലെന്ന്, ഒരു പ്രാർത്ഥനയില്ലെന്ന് പണ്ഡിതന്മാര് നിർദ്ധാരണം ചെയ്തെടുത്ത ആശയമാണ്. എന്താ മുഅ്മിനീങ്ങൾ പറയുന്നത്? റബ്ബനാ ആമന്നാ ബിമാ അൻസൽത വത്തബഅന റസൂല ഫക്തുബ്നാ മഅശ്ശാഹിദീൻ. ആലു ഇംറാനിലെ 53-ാമത്തെ ആയത്തിലൂടെ റബ്ബ് പറയുന്നത് എന്താ? മുഅ്മിനീങ്ങൾ വിളിക്കാണ് അല്ലാഹുവിനെ, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ. ഒന്നാമത്തെ കാര്യം അതിലൂടെ കടന്നു വന്നു. നമ്മുടെ റബ്ബാരാ? അല്ലാഹയാണ്.
ആ അള്ളാനെയാണ് വിളിച്ചത്. അതിലൂടെ അവൻ റബ്ബിനെ അറിഞ്ഞതുകൊണ്ടാണ് ആ വിളിച്ചത്. ഇനി പറയുന്നതെന്താ? ആമന്നാ ബിമാ അൻസൽത, നീ ഇറക്കി തന്നതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അഥവാ റബ്ബ് ഇറക്കി തന്ന ഇസ്ലാം ദീൻ, അത് ഞങ്ങൾ വിശ്വസിച്ചവരാണ് റബ്ബേ. രണ്ടാമത്തതും കടന്നു വന്നു. വത്തബഅനർ റസൂൽ, റസൂലിനെ ഞങ്ങൾ പിൻപറ്റിയിരിക്കുന്നു റബ്ബേ. മൂന്നാമത്തെ പാർട്ടും കടന്നു വരികയാണ്. അത് മൂന്നും ഏറ്റുപറഞ്ഞിട്ട് മുഅ്മിനീങ്ങൾ പറയാണ് ഫക്തുബ്നാ, ആകയാൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചവരാ, നിന്റെ ദീനിൽ വിശ്വസിച്ചവരാ, നിന്റെ റസൂലിനെ പിൻപറ്റിയവരാണ് റബ്ബേ. ആകയാൽ ഫക്തുബ്നാ മഅശ്ശാഹിദീൻ, ഈ ഇസ്ലാമികമായ കാര്യങ്ങൾക്ക് നേർക്ക് നേരെ സാക്ഷികളായ മഹാരഥന്മാരായ ഭാഗ്യവാന്മാരിൽ നീ ഞങ്ങളെ പേരും എഴുതി ചേർക്കണേ അല്ലാ. ആ പ്രാർത്ഥനയിൽ പറഞ്ഞ 3 കാര്യങ്ങളാണ്. ഓ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഏത് ബിസിനസ്സുകാരനാണെങ്കിലും, ഏത് പണിക്കാരനാണെങ്കിലും, പണക്കാരനാണെങ്കിലും, തൊഴിലാളിയാണെങ്കിലും, മുതലാളിയാണെങ്കിലും അവൻ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഇൽമ് അതാണ്. ഏതാണ് ആ ഇൽമെന്നോ? അതല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉരുവിട്ട് പറയുന്നത് റദീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ നബിയ്യാ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യം വറസൂലാ. അല്ലാഹുവിനെ ഞങ്ങൾ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇസ്ലാം മതി ഞങ്ങൾക്ക്, ഇസ്ലാമിനെ ഞങ്ങൾ ദീനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നബിയും റസൂലുമായി കൊണ്ട് ഞാനിതാ തൃപ്തിപ്പെട്ടിരിക്കുന്നു അല്ലാ. ആകയാൽ നീയും എന്നെ തൃപ്തിപ്പെടണേ. ഈ ഒരു ആശയമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നേടേണ്ടുന്ന ഏറ്റവും വലിയ അറിവ്. അതിൽ പിന്നെ മായം കലരരുത്. ആ വിശ്വാസത്തിൽ പിന്നെ ഒരിക്കലും അഴുക്ക് ചേരരുത്. അവർക്കൊരിക്കലും പേടിക്കേണ്ടി വരില്ല, അവരൊരിക്കലും ഭയപ്പെടേണ്ടി വരില്ല. ഏത് പ്രതിസന്ധികളുടെ തിരമാലകൾ വന്നാലും അവർ കുലുങ്ങാതെ അങ്ങ് പിടിച്ചു നിൽക്കാൻ അവർക്ക് ശക്തി പകരുന്നത് അവരുടെ ഈമാനിന്റെ പവറാണ്. അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. സൂറത്തുൽ അൻആമിലെ 82-ാമത്തെ ആയത്തിലൂടെ അല്ലാഹ് പഠിപ്പിച്ചു തരികയാ, വിശ്വാസം ശരിക്ക് രൂഢമൂലമായ ആളുകളുണ്ടോ? അവർ അല്ലാഹനെ വിശ്വസിച്ചവരാണ്, അവർ റസൂലുള്ളാഹിനെ വിശ്വസിച്ചവരാണ്, അവർ ദീനിനെ ശരിക്കും പഠിച്ചവരാണ്. അങ്ങനെ ഉൾക്കൊണ്ട് ഈമാൻ ദൃഢമാക്കി കഴിഞ്ഞാൽ മാത്രമല്ല അവരുടെ വിശ്വാസത്തിൽ ഒരു ളുൽമും കലർന്നിട്ടില്ല. ശിർക്കില്ലാത്ത തൗഹീദാണ്, ശിർക്ക് കലരാത്ത വിശ്വാസമാണ്. അങ്ങനെ ആരെങ്കിലും മുന്നോട്ട് പോയാൽ അവർക്കാണ് നിർഭയത്വം, അവർ തന്നെയാണ് സന്മാർഗം ലഭിച്ചവരെന്ന് റഹ്മാനായ റബ്ബ് പറയുന്നു. അവർക്ക് ദുനിയാവിൽ മാത്രമല്ല നിർഭയത്വമുള്ളത്, ഖബറിലേക്ക് അങ്ങ് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പബ്ലിക് ക്വസ്റ്റ്യനുകൾ 3 അങ്ങ് വരുമ്പോ മുഅ്മിനീങ്ങൾക്ക് വല്ല പതർച്ചയുമുണ്ടോ? അതെ, റബ്ബ് അവരെ കുറിച്ച് പറയാണ്. സൂറത്ത് ഇബ്രാഹീമിലെ 27-ാമത്തെ ആയത്തിലൂടെ റബ്ബ് പറയാണ്, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. ഖുർആൻ പഠിക്കുന്ന പഠിതാക്കളില്ലേ കൂട്ടത്തിൽ? നിങ്ങൾ ചിന്തിക്ക് പ്രിയമുള്ളവരെ, ഉപ്പമാരെ, ഉമ്മമാരെ, ഖബറിലേക്ക് അങ്ങ് വെച്ച് കഴിഞ്ഞാലും ഈമാനുള്ള മനുഷ്യന്മാരെ റബ്ബ് ഖബറിലും ഉറപ്പിച്ച് നിർത്തുകയാണ്. അവർക്ക് ചോദ്യങ്ങളുടെ മുമ്പിൽ പേടിയില്ല, അവർ പേടിച്ചു വിറക്കുന്നില്ല. അവർ അല്ലാഹനെ കുറിച്ച് ചോദിക്കുമ്പോ അല്ലാഹു റബ്ബി എന്ന മണിമണിയായി അവരങ്ങ് ആൻസർ പറയുകയാണ്, ഉത്തരം പറയുകയാണ്. ദീനിനെ കുറിച്ച് ചോദിക്കുമ്പോ വൽ ഇസ്ലാമു ദീനി, ഞാൻ മരണം വരെ
പൊന്നുപോലെ കാത്തു സൂക്ഷിച്ച എന്റെ ജീവിതം അത് ഇസ്ലാമാണ് എന്ന് ഖബറിൽ വെച്ചും അവർ മറുപടി പറയുകയാണ്. റസൂലുള്ളാഹിനെ കുറിച്ച് ചോദിക്കുമ്പോ ഹുവ മുഹമ്മദുൻ ഹുവ മുഹമ്മദ് ഹുവ മുഹമ്മദുൻ, അത് ഞങ്ങളെ നേതാവായ മുഹമ്മദ് നബിയാണ്. ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ, ഞങ്ങൾക്ക് നേരെന്തെന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങളും തെളിവുകളും സന്മാർഗത്തിന്റെ പെരുമഴയുമായി കൊണ്ട് ഞങ്ങളിലേക്ക് വന്ന നബിയാണത്. ആ നബി ഞങ്ങളോട് വിശ്വസിക്കാൻ പറഞ്ഞപ്പോ ഞങ്ങൾ അല്പമൊന്ന് ആലോചിക്കട്ടെ, ഞങ്ങളൊന്ന് ചിന്തിക്കട്ടെ, നിങ്ങൾ പറഞ്ഞതിൽ ചിലതൊക്കെ ഞങ്ങൾക്കൊന്ന് മീറ്റിംഗ് കൂടിയിട്ടേ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ പറ്റൂ എന്ന് ശങ്കിച്ചവരല്ല. ഹദീസുകളൊക്കെ ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ, ബുദ്ധിക്ക് കൊള്ളുമെങ്കിൽ ഞങ്ങൾ കൊള്ളും, അല്ലെങ്കിൽ തള്ളും എന്ന ശങ്കയോടെ നിന്നവരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ചോദ്യം കേൾക്കുന്ന മാത്രയിൽ അവർ പറയുന്നത് ഈ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നേതാവ് ഞങ്ങളിലേക്ക് സന്മാർഗത്തിന്റെ ദർശനവുമായി വന്ന ദൂതനാണ്. അങ്ങനെ ഫആമന്നാ, ഞങ്ങൾ ആ നബിയിൽ വിശ്വസിച്ചിരുന്നു. വത്തബഅനാ, ഞങ്ങൾ ആ നബിയെ പിൻപറ്റുകയും ചെയ്തവരാണ്. കണ്ടോ, അത് മോമിനീങ്ങൾക്ക് പറയാൻ സാധിക്കൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേ അവസരത്തിൽ മുനാഫിക്കോ, അവനെന്തും സംശയമായിരുന്നു. അള്ളാഹിനെ കുറിച്ച് അവൻ പഠിച്ചിട്ടില്ല. തൗഹീദ് എന്താന്ന് അറിയൂല. എന്താ തൗഹീദ്? അതിന്റെ നേർ വിപരീതമായി വരുന്ന ശിർക്ക് എന്താ? ഏതൊക്കെ കാര്യങ്ങൾ വന്നു പോയാൽ ആ തൗഹീദ് തകർന്നു പോവുക, ഏതൊക്കെ കാര്യങ്ങൾ വന്നു പോയാൽ ആ ശിർക്കിൽപ്പെട്ടു പോവുക, അവൻ പഠിച്ചിട്ടില്ല. പാരമ്പര്യത്തിന്റെ പേരും പറയുന്നുണ്ട്, ഞാനിതൊക്കെ പഠിച്ചതാ, ഞാനിതൊക്കെ എത്ര കേട്ടതാണ്. പക്ഷേ ഈ സമുദായത്തിലെ മെമ്പർമാര് ഇന്നും തൗഹീദ് അറിയുന്നവരല്ല, തൗഹീദിന്റെ വകഭേദങ്ങൾ പഠിച്ചിട്ടില്ല, ഈമാനിന്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. മലക്കുകളെ കുറിച്ചുള്ള വിശ്വാസം, പരലോകത്തെക്കുറിച്ചുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ അസ്മാകളെ കുറിച്ചുള്ള ബോധം, റബ്ബിനെ കുറിച്ചുള്ള അറിവ്, അതൊക്കെ എന്നോ നഷ്ടപ്പെട്ടു പോയി. പലപ്പോഴും തൗഹീദ് കേൾക്കുമ്പോൾ തന്നെ ഒരു അലർജിയായി തോന്നുകയാണ്. ഏറ്റവും പരിപാവനമായി പഠിച്ചു മനസ്സിലാക്കേണ്ടുന്ന അത്തരത്തിലുള്ള വിജ്ഞാനങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ നഷ്ടപ്പെട്ടു പോയവരെ തലമുറക്ക് ഉത്തരം പറയാൻ സാധിക്കാതെ ഖബറിലെത്തുമ്പോ റസൂലുള്ളാഹിനെ കുറിച്ച് അവർക്കറിയില്ല, ഹദീസുകൾ അവർ പഠിച്ചിട്ടില്ല, ഇസ്ലാം ദീൻ എന്താണെന്ന് അവർക്കറിയില്ല, കേട്ടുകേൾവി മാത്രമാണ്. കാരണം പഠിച്ചതും പഠിപ്പിക്കുന്നതുമൊക്കെ ഭൗതിക വിദ്യാഭ്യാസമാണ്. അതിനെക്കുറിച്ച് മാത്രമാണ് വീടകങ്ങളിൽ പോലും ഉമ്മമാരും ചോദ്യം ചെയ്യുന്നത്. അതിൽ മാർക്ക് കുറഞ്ഞാലാണ് രക്ഷിതാക്കൾ പരിഭവപ്പെടുന്നത്. അതിന്റെ പേരിൽ ആ വീട്ടിൽ മുഴുവനും വഴക്കും വക്കാണവും. അതേ അവസരത്തിൽ രാവിലെ ചൊല്ലേണ്ട ദിക്ർ ചൊല്ലിയോ മോനെ, വൈകുന്നേരം ചൊല്ലേണ്ട ദിക്ർ ചൊല്ലിയോ മോനെ, ജമാഅത്തിന് പള്ളിയിലെത്തുന്നുണ്ടോ എന്റെ മോന്, എന്റെ മോള് ഇസ്ലാമികമായ നടപ്പിരിപ്പുള്ളവളാണോ, അവൾക്ക് അന്യാണുങ്ങളുമായി ചാറ്റിംഗ് ഉണ്ടോ, അവളുടെ മൊബൈലിൽ അവനും അവളും കാണുന്നതെന്താ, തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള വേവലാതിയും വിഷമവുമൊന്നും വീടകങ്ങളിൽ നഷ്ടപ്പെട്ടു പോയപ്പോ അതേ റബ്ബിനെ കുറിച്ചുള്ള പഠനങ്ങൾ നിലച്ചുപോയി, റസൂലുള്ളാഹിനെ കുറിച്ചുള്ള പഠനങ്ങൾ നിന്നുപോയി, ദീനുൽ ഇസ്ലാമിനെ കുറിച്ചുള്ള പഠനങ്ങൾ നിന്നുപോയി. പക്ഷേ അതിൻ്റെ ഇടയിലും ഇതൊക്കെ സമൂഹത്തിൽ ഭംഗം വരാതെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ടീം ഇവിടെയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതേ റബ്ബിനെ ശരിക്ക് പരിചയപ്പെടുത്തുന്ന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പരിചയപ്പെടുത്തുന്ന, ശർഈയായ ഇൽമുകൾ ശരിക്ക് പരിചയപ്പെടുത്തുന്ന അത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഇവിടെയുണ്ട്. ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച അൽഹംദുലില്ലാഹ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ശക്തമായ പ്രബോധനവുമായി കൊണ്ട് ഇന്നും മുന്നോട്ട് പോകുന്ന, ഏത് പ്രതിസന്ധികൾക്കിടയിലും ആരുടെ പരിഹാസത്തിന്റെ കൂരമ്പുകൾക്കിടയിലും ഏത് പ്രത്യേക പേരുകൾ കൊണ്ട്, കുറ്റപ്പേരുകൾ കൊണ്ട് വിളിച്ചപ്പോഴും പതറാതെ ചൂളാതെ നിന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഗ്രാമഗ്രാമാന്തരങ്ങളിലും വീട് വീടാന്തരങ്ങളിലും കയറിച്ചൊന്നുകൊണ്ട് ആദർശത്തിന്റെ ശക്തമായ തിരമാലകൾ അടിച്ചു വീശുവാൻ, ശക്തമായ മുന്നേറ്റങ്ങൾക്ക് കരുത്തു പകർന്ന നേതൃത്വം നൽകിയ വിസ്ഡം ഇസ്ലാമിക്
ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾ, അത് റബ്ബിനെ കുറിച്ചുള്ള കൃത്യമായ അധ്യാപനങ്ങൾ, അത് മുതിർന്നവരിൽ QHLS-ലൂടെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദുറൂസുൻ ഇൽമിയയിലൂടെ നിലനിൽക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് CRE-യിലൂടെ തുടരുന്നുണ്ട്. പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് പ്രൊഫ്കോണിലൂടെ തുടരുന്നുണ്ട്. അതേ വരുന്ന മാർച്ച് മാസം 13, 14, 15 തീയതികളിൽ അടുത്ത പ്രൊഫ്കോണതാ കേരളത്തിൽ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, പ്രൊഫഷണൽ രംഗത്തുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും നിങ്ങളെ പ്രോഗ്രാമിന്റെ ശ്രോതാക്കളാക്കുവാൻ വേണ്ടി ഇന്ന് മുതലേ അധ്വാനിക്കണേ. കാരണം ലഹരിയുടെ പിന്നാലെ, അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ, അനാശാസ്യ പ്രവർത്തനങ്ങളുടെ പിന്നാലെ, ഒളിച്ചോട്ടങ്ങളുടെ പിന്നാലെ, മദ്യത്തിന്റെയും ലഹരിയുടെയും ആ രൂപത്തിലുള്ള മയക്കുമരുന്നുകളുടെയും പിന്നാലെ ക്യാമ്പസുകൾക്ക് ചുറ്റും വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയെ, വരൂ ജനങ്ങളെ, റബ്ബെന്താണെന്ന് പഠിക്കണേ, ദീനെന്താണെന്ന് പഠിക്കണേ, റസൂൽ എന്താണെന്ന് മനസ്സിലാക്കണേ. കാരണം ഈ ലോകത്തുള്ള എത്ര വലിയ സർട്ടിഫിക്കറ്റുകളും അത് ഖബറിലേക്ക് പോകൂല. കഫംപടവയിൽ ഒരു MBBS-ന്റെ സർട്ടിഫിക്കറ്റുമില്ല, ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയുടെ ബിരുദവുമില്ല. ആരുടെ സർട്ടിഫിക്കറ്റും ഖബറിലേക്കില്ല. ഖബറിലേക്ക് പോകുന്നത് അവനവന്റെ അമലാണ് മോനെ, അമലാണ് മോളെ. അതുകൊണ്ട് പഠിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കലാലയങ്ങളിൽ കയറി ചെന്ന വിദ്യാർത്ഥികളെ ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സ്റ്റുഡൻസ് വിഭാഗം അതേ എന്നോ അവരുടെ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചു കഴിഞ്ഞു. പീസ് റേഡിയോയിലൂടെ വിദ്യാഭ്യാസങ്ങൾ പകർന്നു കൊടുത്തു തുടങ്ങി. അതുപോലെ തന്നെ ഓൺലൈനിലൂടെ ഏതെല്ലാം തരത്തിൽ വിജ്ഞാനങ്ങൾ വേണോ, ജമീൽ എന്ന പേരിലുള്ള ആപ്പിലൂടെ അത്തരത്തിലുള്ള പ്രഭാഷണങ്ങളും ഖുതുബകളും ലൈവുകളും ഒക്കെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അതുപോലെയുള്ള 100 കൂട്ടം വൈജ്ഞാനികമായ പദ്ധതികളും ദഅവത്തിന്റെ മേഖലയിൽ ഒരിക്കലും തളരാതെ പതറാതെ കൊല്ലങ്ങളോളമായി ഒരൽപ്പം പോലും വെച്ചടിക്ക് പുരോഗതി എന്നതല്ലാതെ ദഅവത്തിന്റെയും അറിവിന്റെയും മേഖലയിൽ വളരെയേറെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ടെന്ന് എന്റെ ജനങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് നിങ്ങൾ കരുത്തു പകരണം. അവരോടൊപ്പം ചേർന്നോ, ദീന് പഠിച്ചോ. കാരണം ഇത് ഖബറിൽ വരുന്ന പ്രശ്നമാണ്. ഇത് ഖബറിൽ അഭിമുഖീകരിക്കേണ്ട വിഷയമാണ്. ഇന്നയാളുടെ കൂടെയായതുകൊണ്ട് വിഷയമൊക്കെ ശരി പുറത്താണെങ്കിലും ഞാൻ അപ്പുറത്ത് നിൽക്കട്ടെ എന്ന ചിന്താഗതി വെച്ച് പുലർത്തിയാൽ, കുടുംബത്തിന്റെ പേര് പറഞ്ഞ് നിലനിർത്തിയാൽ, മറ്റേതെങ്കിലും താല്പര്യങ്ങൾക്ക് പേരിൽ അങ്ങും ഇങ്ങും മാറി നിന്നാൽ, ശർഈയായ ഇൽമ് പഠിച്ച് വിജയം നേടേണ്ട ഖബർസ്ഥാനിൽ ആരെങ്കിലും കൂട്ടിനു വരുമോ? ഉമ്മമാരെ, ഉപ്പമാരെ, ഒരു വിഭാഗം ആളുകളെ ഒരു കാരണവുമില്ലാതെ ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കലാണ് അവരുടെ പരിപാടി എന്ന് പറഞ്ഞ് വളരെ മോശമായി ശിർക്കാരോപണവും നടത്തിയിട്ട് സമുദായത്തിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോ എത്ര ഉപ്പമാര്, എത്ര കുടുംബങ്ങളാണ് കരഞ്ഞ് കണ്ണുനീർ വാഴ്ത്തത്. റബ്ബിനോടല്ലേ സങ്കടം പറഞ്ഞത്. പക്ഷേ അൽഹംദുലില്ലാഹ് തെറ്റിദ്ധരിച്ച ആയിരങ്ങൾക്ക് ഇന്ന് ഹക്ക് ബോധ്യമാണ്. അവര് പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളെ കുറിച്ചൊക്കെ പലരിൽ നിന്നും കേട്ട് നിങ്ങളുടേതൊന്നും പിന്നെ തീരെ കേൾക്കാതെയുമായപ്പോ ഞങ്ങളും തെറ്റിദ്ധരിച്ചു പോയി. നിങ്ങൾക്കൊക്കെ നേരം വെളുത്തെഴുന്നേറ്റാ പണി ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കലാണെന്നാ ഞങ്ങളും ധരിച്ചു പോയത്. പക്ഷേ അബദ്ധം പറ്റിപ്പോയി, മാപ്പാക്കണം എന്ന് പറയുന്ന വളരെ സ്നേഹത്തോടെ സമീപിക്കുന്ന ആയിരങ്ങളില്ലേ. ഓ പ്രിയമുള്ളവരെ, ഇത് ദീനിന്റെ പ്രശ്നമാണ്, ഇത് ആദർശത്തിന്റെ പ്രശ്നമാണ്, ഇത് കുടുംബ പ്രശ്നമല്ല, ഇത് തറവാട്ടിലെ തർക്കമല്ല, ഇത് ഗ്രൂപ്പ് തർക്കമല്ല. ഖബറിൽ വെച്ച് ചോദ്യം ചോദിക്കുന്ന നേരത്ത് റസൂലുള്ളാഹിനെ കുറിച്ച് ചോദിക്കുമ്പോ ആ റസൂലിനെയൊക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ മുഴുവൻ അങ്ങ് സ്വീകരിക്കാറില്ലായിരുന്നു. ചില ഹദീസുകളൊക്കെ ഞങ്ങളൊന്ന് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആ ഹദീസ് കാണുമ്പോ ഞങ്ങൾ അതുകൊണ്ട് അമൽ ചെയ്യാതെ ഞങ്ങൾ ചാടിക്കടക്കാറായിരുന്നു പതിവുള്ളത്. ഞങ്ങൾ അതൊന്നും അത്ര ചെവി കൊടുത്തില്ല. അതൊക്കെ ഖുർആനിനെതിരാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ബുഖാരിയിലെ ഹദീസുകൾ പോലും മാറ്റിവെച്ചിരുന്നു എന്നൊക്കെ അവിടെ വിലപിച്ചിട്ട് കാര്യമുണ്ടോ? ഉപ്പമാരെ, റസൂലുള്ളാഹിനെ കുറിച്ച് ചോദിക്കുമ്പോ ഇത് ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിയാണ്. ആ നബി ഞങ്ങളിലേക്ക് വന്നപ്പോ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന മുഴുവൻ ആശയങ്ങളും ഒന്നൊഴിയാതെ സ്വീകരിച്ചവരാ റബ്ബേ.
ആ നബിയെ പിൻപറ്റിയവരാണ് റബ്ബേ. റബ്ബനാ ആമന്നാ ബിമാ അൻസൽത വത്തബഅന റസൂല ഫക്തുബ്നാ മഅശ്ശാഹിദീൻ. അതെ, ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു മരിച്ചുപോയവർക്ക് അവർക്ക് ഖബറിലെത്തുമ്പോഴും അത് ശാന്തി തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ചോദിക്കുമ്പോ കൃത്യമായി തന്നെ അവർക്ക് മറുപടി പറയാനാകുന്നത് എന്തുകൊണ്ടാ? അവര് ഖുർആനും ഹദീസും പഠിച്ചത് ആദ്യം അത് കേട്ട തലമുറ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയിട്ടാണ്. അതാരാണ്? സ്വഹാബത്താണ്. സൂറത്തുൽ ബഖറയിൽ 137-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഫഇന്നാമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. അവരൊക്കെ എങ്ങനെ വിശ്വസിച്ചോ അതുപോലെ വിശ്വസിക്കാൻ തയ്യാറാണോ എങ്കിൽ സന്മാർഗം കിട്ടിപ്പോയി. അതല്ല പിന്തിരിഞ്ഞു കളയുകയും മുൻഗാമികളൊക്കെ വിശ്വസിച്ചതൊക്കെ ഖുറാഫാത്താണ്, അന്ധവിശ്വാസത്തിലേക്കുള്ള പിൻവിളിയാണ്, അതൊക്കെ ശിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിലൂടെ പഠിപ്പിച്ച കാര്യങ്ങളോട് പോലും പുറംതിരിഞ്ഞു നിന്ന് അത് അംഗീകരിച്ച ആളുകളെ നോക്കിയിട്ട് പല കുറ്റപ്പേരുകളും വിളിച്ച് അവർക്ക് ചില പ്രത്യേകമായ രൂപത്തിലുള്ള ആരോപണങ്ങൾ അവരുടെ നേരെ ഇത് വിട്ടുകൊണ്ട് ആരെങ്കിലും പുറംതിരിഞ്ഞു നിന്നാൽ ഫഇന്നമാഹും ഫീ ശിഖാഖ്, അവൻ വമ്പിച്ച പരാജയത്തിലും പിളർപ്പിലും തന്നെയാണ്. അതുകൊണ്ട് മാനദണ്ഡം ഒന്നേയുള്ളൂ. ഏതാണ് ആ മാനദണ്ഡം? അതാർക്കെതിരാണെങ്കിലും ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. സൂറത്തു നിസായിലെ 115-ാമത്തെ ആയത്ത് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, ആര് റസൂലുള്ളാഹിനോട് മാത്സര്യം കാണിക്കുന്നുവോ ശരിക്ക് ചിന്തിച്ചോ എന്റെ ശ്രോതാക്കളെ, ഉറങ്ങുന്നതിന്റെ മുമ്പ് നല്ലോണം ആലോചിക്കണേ. അള്ളയാണ് പറയുന്നത്, വമൻ യുശാഖിഖിർ റസൂല, ആരെങ്കിലും റസൂലുള്ളാഹിനോട് മാത്സര്യം കാണിച്ചാൽ മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, ആ റസൂലുള്ള അവന് വളരെ വ്യക്തമായി സന്മാർഗം എന്താണെന്ന് വിവരിച്ചു കൊടുത്തതിന്റെ ശേഷവും ആ മാർഗത്തിൽ നിന്ന് ആരെങ്കിലും തെറ്റിപ്പോയാൽ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാർഗമല്ലാത്തൊരു മാർഗത്തിലെ ആരെങ്കിലും പിൻപറ്റുകയും ചെയ്താൽ, ആരാണ് ആ പറയുന്ന മുഅ്മിനീങ്ങളിലെ പ്രഥമന്മാര്? അത് സ്വഹാബത്താണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹാരഥന്മാരായ ആളുകൾ അല്ലാഹ് അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് റബ്ബ് സൂറത്തു തൗബയിലൂടെ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകി ആദരിക്കപ്പെട്ടിട്ടുള്ള മഹാരഥന്മാരായ ആളുകളുടെ വഴിത്താരയിൽ അതൊന്നും ഞങ്ങൾക്ക് വേണ്ട, അവര് മനസ്സിലാക്കിയതൊന്നും ശരിയല്ല, ഞങ്ങൾക്കാണിപ്പോ ഖുർആനും ഹദീസും തിരിഞ്ഞതെന്ന് പറഞ്ഞ് റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, മഹാന്മാരോട് ചോദിച്ചാലാണ് ഉത്തരം പെട്ടെന്ന് കിട്ടുക എന്ന് ജൽപ്പിക്കുന്ന ആളുകൾ, അള്ളാഹിനോട് നേരിട്ട് ചോദിച്ചാൽ കിട്ടുമോ എന്ന് ഉറപ്പില്ല, മറിച്ച് ഔലിയാക്കന്മാരോട് ചോദിച്ചാലോ കിട്ടും എന്ന് ഉറപ്പാണ് എന്ന് സമൂഹത്തോട് പറയുന്ന ആളുകൾ, ഉത്തരം കിട്ടണമെങ്കിൽ ആദ്യം മദീനയിലുള്ള നബിതങ്ങളോട് വിളിച്ചു മാപ്പിനു വേണ്ടി തേടണം. على الخطا غير حصر وعدد لك أشكو فيه يا سيدي خير النبي. ഓ നബിയേ, കണക്കല്ലാത്ത തെറ്റുകൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്, അങ്ങയോട് ഞാൻ അവലാതി പറയുന്നു നബിയേ, മാപ്പാക്കണേ നബിയേ, പൊറുക്കണേ നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞിട്ട് അള്ളാഹിനോട് പറഞ്ഞാലല്ലാതെ റബ്ബേ പൊറുക്കണേന്ന് റബ്ബിനോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടൂല എന്ന് മാത്രമല്ല, റബ്ബിനോട് നേരിട്ട് ചോദിക്കുന്ന പരിപാടി മുനാഫിക്കിൻ്റെതാണ്. യഥാർത്ഥത്തിലുള്ള മുസ്ലിമീങ്ങൾ പാപം പുറത്ത് കിട്ടാനും ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടാനും ഒക്കെ
ആദ്യം അമ്പിയായിനോടാണ് ചോദിക്കുക, റസൂലുള്ളാഹിനോടാണ് ചോദിക്കുക. അല്ലാത്തവർക്ക് ഉത്തരം കിട്ടുമെന്നുറപ്പില്ല എന്ന് ചില മനുഷ്യ പിശാചുക്കൾ അവരുടെ തൂലികയിലൂടെ, അവരുടെ പേജിലൂടെ, അവരുടെ വാഗ്ദോരണികളുള്ള സ്റ്റേജുകളിലൂടെ ഈ സമൂഹത്തോട് പറയുമ്പോ മുഅ്മിനീങ്ങൾ ജീവിച്ചു പോന്ന ഒരു മാതൃകയുണ്ട്. ഇവിടെ അമ്പിയാക്കന്മാര് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുണ്ട്, സ്വഹാബത്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുണ്ട്, താബിഈങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയില്ലെന്ന് എഴുന്നേറ്റ് വരും, ഞങ്ങളെ കെട്ടിപ്പിടിക്കും, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്യും. അതിന് ഞങ്ങൾ ഖബറുകളെ ഒന്ന് ആദരിക്കണം, അവിടെ ഒന്ന് പൂമാല ചാർത്തണം, അവിടെ ഒന്ന് കെട്ടിപ്പടുക്കണം, അവിടെ ഒന്ന് പട്ടുവിരിക്കണം, അവിടെ ഒന്ന് വിളക്ക് കൊളുത്തണം, അവിടെ സാമ്പ്രാണി പുകയ്ക്കണം. അതിൻ്റെയ ഹസൻ ഹുസൈൻ എന്ന മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഓ മക്കളെ, നിങ്ങൾക്ക് കാവലിന് വേണ്ടി ഈ ഉപ്പാപ്പാക്ക് ചിലത് ദുആ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഉപ്പാപ്പയായ ഇബ്രാഹിം അലൈഹിസ്സലാം മക്കളായ ഇസ്മാഈലിനും ഇസ്ഹാഖിനും ചൊല്ലിക്കൊടുത്ത ഒരു മന്ത്രമുണ്ട്. ഉഈദുകുമാ ബികലിമാത്തില്ലാഹി തമ്മാ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മാ വമിൻ കുല്ലി ഐനിൻ ലാമ്മാ. എല്ലാ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും, ആക്ഷേപകാരിയായ കണ്ണേറിന്റെ അസുഖത്തിൽ നിന്നും, കണ്ണേറിന്റെ ഉപദ്രവത്തിൽ നിന്നും ഞാനിതാ നിങ്ങൾക്കിരുവർക്കും വേണ്ടി റഹ്മാനായ റബ്ബിനോട് കാവൽ ചോദിക്കുന്നു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നേതാവ് കണ്ണേറിന്റെ അപകടം തട്ടാതെ തന്റെ പേരമക്കൾക്ക് വേണ്ടി മന്ത്രിച്ചു കൊടുത്ത് അവർക്ക് വേണ്ടി രക്ഷാ പ്രാർത്ഥന ചൊല്ലിയപ്പോ ഇന്ന് ചില ആളുകൾ പറയുന്നു, അങ്ങനെ കണ്ണേറുണ്ടെന്ന് വിശ്വസിച്ചാൽ ജൂതനായി പോകും, അങ്ങനെ കണ്ണേർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് തനിച്ച ജൂദായിസമാണ്, അത് ഖുർആനിന് വിരുദ്ധമാണെന്ന് പറയുമ്പോ, ഓ പ്രിയമുള്ളവരെ, ഇബ്രാഹിം നബിക്ക് മനസ്സിലാകാത്ത ഒരു ശിർക്ക്, അതുപോലെ തന്നെ ഇസ്മായിൽ നബിക്കും ഇസ്ഹാഖ് നബിക്കും മനസ്സിലാകാത്ത ഒരു ആശയം മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോ ഹസൻ ഹുസൈൻ എന്ന പേരമക്കൾക്കോ മനസ്സിലാകാത്ത ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഇമാം ബുഖാരി അടക്കമുള്ള മഹാരഥന്മാരായ ഹദീസ് പണ്ഡിതന്മാർക്ക് മനസ്സിലാകാത്ത ഒരാശയം ആർക്കെങ്കിലും മനസ്സിലായി, അത് ഞങ്ങൾക്കാ മനസ്സിലായത്. മറിച്ച് നിങ്ങൾക്കൊക്കെ അങ്ങനെ സിഹ്ർ ഫലിക്കും എന്ന വിശ്വാസമുണ്ടെങ്കിലും, കണ്ണേറ് ഫലിക്കും എന്ന വിശ്വാസമുണ്ടെങ്കിലും നിങ്ങളൊക്കെ അന്ധവിശ്വാസികളാണ്, നിങ്ങളൊക്കെ ശിർക്കിൽ പോയവരാണ്, നിങ്ങളൊക്കെ ജിന്നിന്റെ ആളുകളാണ് എന്നും പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കി തന്ന കാര്യങ്ങളോട് പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് മുഅ്മിനീങ്ങൾ നടന്നുപോയി വിശ്വസിച്ചാചരിച്ചു പോന്ന ആ മൻഹജു സലഫിനോട് പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് ആ മാർഗം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങൾ കണ്ട ചില ഈനുകളുണ്ട്, അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ, നല്ലവരായ നമ്മുടെ മുൻഗാമികള് ജീവിച്ച് മാതൃക കാണിച്ചു തന്ന് അവസാനം അത് മഹാരഥനായ കെ.എം. മൗലവി നമുക്ക് ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് പദവിയിലുള്ള കാലത്തും ശേഷവും ഒക്കെ വ്യക്തമായി പഠിപ്പിച്ചു തന്നുകൊണ്ട് മുഹമ്മദ് അമാനി മൗലവിയിലൂടെ വിരചിതമായ ഒരുപാട് പണ്ഡിതന്മാരുടെ ആശീർവാദത്തോടെ പുറത്തിറക്കപ്പെട്ട ഖുർആൻ വ്യാഖ്യാനത്തിലൂടെ പകർന്നു തന്ന അത്തരത്തിലുള്ള വിജ്ഞാനങ്ങളോടൊക്കെ പുറംതിരിഞ്ഞു നിന്നിട്ട് പരിഹാസ ചുവയോടുകൂടി വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾ നടന്നാചരിച്ച് വിശ്വസിച്ചു വന്ന പാതയിൽ നിന്ന് മാറിപ്പോയിട്ട് മറ്റൊരു പാതയിലേക്കാണ് പോകാൻ ഒരുങ്ങുന്നതെങ്കിൽ നുവല്ലിഹി മാ തവല്ലാ, അവനെ തിരിഞ്ഞയിടത്തേക്ക് നാം അങ്ങ് തിരിച്ചുവിടുക തന്നെ ചെയ്യും. വനുസ്ലിഹി ജഹന്നമ, ചെന്നു ചേരാൻ അവനുള്ളൊരു നരകമാണ്. വസഅതു മസീറാ, അതെത്ര മോശമായ സങ്കേതമാണ് ഉപ്പാ, എത്ര മോശമായ സങ്കേതമാണ് ഉമ്മമാരെ.